ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. UP-യിൽ ഒരു സ്ത്രീക്ക് പ്രഗ്നൻസി വയറ്റിനകത്ത് കരളിൽ ഒട്ടിപ്പിടിച്ച ഒരു പ്രഗ്നൻസി കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ന്യൂസ് കണ്ട സമയം തൊട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളും അതുപോലെ എൻ്റെ പേഷ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്, മാഡം അത് എന്താണ്, ഞങ്ങൾക്ക് അങ്ങനെ വരുമോ, ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു അവർ ചോദിച്ച ചോദ്യങ്ങൾ തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് വെച്ചു. അപ്പൊ ആദ്യമായിട്ട് ചോദിച്ചത് എന്താണ് ഈ ഹെപ്പാറ്റിക് പ്രഗ്നൻസി, എന്താണ് ഈ അബ്ഡോമിനൽ പ്രഗ്നൻസി എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അപ്പൊ എല്ലാവർക്കും അറിയാവുന്നൊരു സാധനമുണ്ട്, എക്ടോപിക് പ്രഗ്നൻസി. എക്ടോപിക് പ്രഗ്നൻസി എന്നുള്ളത് എല്ലാവരും കേട്ടിട്ടുള്ള സാധനമാണ്. അതിനെപ്പറ്റി അധികം അറിയാമെന്നുള്ളത് ട്യൂബിൽ വരുന്ന പ്രഗ്നൻസി, യൂട്രസിന്റെ രണ്ട് സൈഡിലുള്ള ഫലോപ്പിയൻ ട്യൂബിൽ വരുന്ന പ്രഗ്നൻസിയാണ് നമ്മൾ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്നത്. പക്ഷെ കുറച്ചും കൂടെ ബ്രോഡായിട്ട് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് നോർമൽ യൂട്രസിന്റെ ക്യാവിറ്റിക്കകത്ത് എൻഡോമെട്രിയൽ ലൈനിങ്ങിലാണ് പ്രഗ്നൻസി ഒട്ടേണ്ടത്. അതല്ലാതെ വേറെ എവിടെ ഒട്ടിയാലും അതെല്ലാം എക്ടോപിക് പ്രഗ്നൻസിയാണ്. അസ്ഥാനത്തുള്ള പ്രഗ്നൻസിയാണ് എക്ടോപിക് പ്രഗ്നൻസി. അത് ഈ യൂട്രസിൽ തന്നെ സെർവിക്സിൽ ഒട്ടിയാലോ, യൂട്രസിന്റെ കോർണുവ, അതായത് യൂട്രസും ട്യൂബും ജോയിൻ ചെയ്യുന്ന കോർണറിൽ ഒട്ടിയാലോ, ട്യൂബിനകത്തൊട്ടിയാലോ, ട്യൂബിന്റെ അറ്റത്തൊട്ടിയാലോ അതെല്ലാം എക്ടോപിക് ആണ്. ഈ എക്ടോപിക് പ്രഗ്നൻസിയുടെ വേറൊരു ഫോമാണ് അബ്ഡോമിനൽ പ്രഗ്നൻസി. അബ്ഡോമിനൽ പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ കുടലിലൊട്ടാം, ഒമെന്റം അതൊരു ഫാറ്റ് ടിഷ്യൂ ആണ് വയറ്റിനകത്തുള്ള, ഒമെന്റത്തിലൊട്ടാം. സ്പ്ലീൻ എന്ന് പറയുന്നത് ഇവിടെ ലിവർ ആണെങ്കിൽ ഇവിടെ എക്സാക്ട് ഓപ്പോസിറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നതാണ് സ്പ്ലീൻ, അവിടെ ഒട്ടാം. അതുപോലെ തന്നെ ലിവറിലും ഒട്ടാം. അബ്ഡോമിനൽ പ്രഗ്നൻസി എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ട് സംഭവിക്കുന്ന ഒരു പ്രഗ്നൻസിയാണ്. നമ്മുടെ ഒരു ഇൻസിഡൻസ് എടുത്തു കഴിഞ്ഞാൽ 1 in 10,000, അതായത് 10,000 സ്ത്രീകൾ ഗർഭിണികളിൽ അല്ലെങ്കിൽ 10,000 ഗർഭങ്ങളിൽ ഒരു ഗർഭം മാത്രമേ ചിലപ്പോൾ അബ്ഡോമിനൽ പ്രഗ്നൻസി ആയിട്ട് വരാറുള്ളൂ. അബ്ഡോമിനൽ പ്രഗ്നൻസിയിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി എന്ന് പറയുന്നത് ലിവറിൽ ഒട്ടുന്ന പ്രഗ്നൻസിയാണ്. അതിന് ഹെപ്പാറ്റിക് പ്രഗ്നൻസി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ വേറൊരു ചോദ്യം ചോദിച്ചത്, എവിടെയൊക്കെയാണ് പ്രഗ്നൻസി യൂട്രസിനകത്തല്ലാതെ ഒട്ടാൻ പറ്റുന്നൊരു ചോദ്യം ചോദിച്ചത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എവിടെ വേണമെങ്കിലും ഒട്ടാം. യൂട്രസിന്റെ എൻഡോമെട്രിയൽ ലൈനിങ്ങിനല്ലാതെ വേറെ എവിടെ വേണമെങ്കിലും ഒട്ടാം. അത് ചിലപ്പോൾ യൂണറി ബ്ലാഡറിന്റെ മണ്ടയിലായിരിക്കാം, ട്യൂബിനകത്തുള്ള പല സ്റ്റാർട്ടിങ്ങിലും മിഡിലും അല്ലെങ്കിൽ എൻഡിൽ ട്യൂബിന്റെ ഫിംബ്രയിലായിരിക്കാം, കോർണുവ അതായത് യൂട്രസും ട്യൂബും തമ്മിൽ ചേരുന്ന സൈഡിലായിരിക്കാം, സെർവിക്സ് അതായത് യൂട്രസിന്റെ ഓപ്പണിങ്ങിൽ അത് വന്ന് വീഴാം, അബ്ഡോമനിലാണെങ്കിൽ ഒമെന്റം, ഇൻറ്റസ്റ്റൈൻ, സ്പ്ലീൻ, ലിവർ, ഇങ്ങനെയുള്ള ഏത് ഭാഗങ്ങളിലും എക്ടോപിക് പ്രഗ്നൻസി സംഭവിക്കാം. ഓവറിയിൽ വരുന്നതിന് ഒവേറിയൻ എക്ടോപിക് എന്നും പറയും.